നാളെ ബുധനാഴ്ച റമദാൻ ഒന്നാവാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ വ്യാഴാഴ്ചയായിരിക്കും നോമ്പ്. സാധാരണ അങ്ങനെയാണല്ലോ ഉണ്ടാവല്. നോമ്പിന്റെ മുന്നുള്ള അവസാനത്തെ വീഡിയോ ആട്ടോ ഇത്. സമയമുണ്ടെങ്കിൽ മാത്രമേ നോമ്പിന് വീഡിയോസുകൾ ചെയ്യുള്ളൂ. രാവിലെ കഴിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒപ്പിക്കുന്ന ഒരു പരിപാടി ആട്ടോ ഇത്. വേഗം പത്തിരിപ്പൊടിയും തേങ്ങയെടുത്ത് ദോശക്കുള്ള മാവ് ഉണ്ടാക്കും. എന്നിട്ട് ആദ്യത്തെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് അവിടെ മൂടി വെക്കും. എന്നിട്ട് അത് വെന്ത് വരുമ്പോഴേക്കും പെട്ടെന്നൊരു കട്ടൻ ചായ ഉണ്ടാക്കും. വെന്ത ദോശ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മാവ് വീണ്ടും ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് അവിടെ മൂടി വെക്കും. എന്നിട്ട് ആ ചൂടുള്ള ദോശയിലേക്ക് കുറച്ച് പഞ്ചസാര വിതറി ആ ദോശയും തിന്നും ചായയും കുടിക്കും. അങ്ങനെ ഒരു 3-4 ദോശ ചൂടോടൊക്കെ പഞ്ചസാര വിതറി തിന്നുട്ടോ. ഇങ്ങനെ ചൂടോടൊക്കെ കഴിച്ചാൽ മടുപ്പ് തോന്നൂല. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞപ്പോൾ ചോറുള്ള അരിയെടുത്ത് വേഗം കഴുകി അടുപ്പത്തേക്ക് വെച്ച്. ഇന്നലെ രാത്രി നല്ല മാന്തൽ കണ്ടപ്പം ഐറ്റാ കുറച്ച് വാങ്ങിനു. ഇതുകൊണ്ട് നമുക്കൊന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചിയൊക്കെ തോലൊക്കെ പോക്കി റെഡിയാക്കി എടുത്ത് എന്നിട്ട് മിക്സിന്റെ ജാറിലേക്ക് കുറച്ചധികം തേങ്ങട്ട് അതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, 4 വറ്റൽമുളക്, ഇഞ്ചി ഇട്ടെടുത്ത് എന്നിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആണ് രീതിയിൽ അരച്ചെടുത്തിട്ടോ. എന്നിട്ട് അരച്ച തേങ്ങ കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് പുളിയും അതിന്റെ വെള്ളവും അതിലേക്ക് വെച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് പാകത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം അടുപ്പത്തേക്ക് വെച്ച് അവിടെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അവിടെ കിടന്ന് തിളക്കട്ടെ. മസാല ഒന്ന് വെന്തതിനു ശേഷം കഴുകി വെച്ച മീൻ മൊത്തമായിട്ട് കറിയിലേക്ക് ഇട്ട് എന്നിട്ട് മുറിച്ച് വെച്ച കുറച്ച് മാങ്ങ കഷ്ണം കറിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അവിടെ മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്ത് എന്നിട്ട് കറിയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളിച്ചെണ്ണി വെച്ച് അവിടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുത്തപ്പോൾ നമ്മളെ സ്പെഷ്യൽ മീൻ കറി റെഡിയായി വന്നിട്ടോ. പിന്നെ ഷോപ്പിലേക്ക് പോകാൻ സമയപ്പം വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഷോപ്പിലേക്ക് പോയി. അങ്ങനെ ഷോപ്പിലെത്തി കുറച്ച് പണികളൊക്കെ തീർത്ത് ഉച്ചക്ക് 1:30 ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും റൂമിലേക്ക് തന്നെ വന്ന് നമ്മളെ സ്പെഷ്യൽ മീൻകറി ചൂടൊക്കെ പോയി ഫുള്ള് സെറ്റായി നിൽക്കുക കേട്ടോ. അങ്ങനെ ചോറിലേക്ക് മീനും കറിയൊക്കെ വെച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടോ. കറി സൂപ്പർ ആട്ടോ, എന്തായിട്ട് ഉണ്ടാക്കി നോക്കണേ എല്ലാരും. അങ്ങനെ ചോറൊക്കെ തന്ന പ്ലേറ്റ് കഴുകി വെച്ച് നമ്മൾ വീണ്ടും ഷോപ്പിലേക്ക് പോവാട്ടോ. ഇനി രാത്രി 9:30 ആവണം റൂമിലേക്ക് വരാൻ.